അനുഗൃഹീതമായ ഈ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഭവനത്തിലായിരിക്കുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന ബോധ്യത്തോടും ഭയഭക്തിയോടും കൂടി ഈ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കുചേരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അല്പസമയം ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് നമുക്ക് ആയിരിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നീ ഞങ്ങൾക്ക് ഒരു നല്ല ദിവസം കൂടി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ യോഗ്യത കൊണ്ടൊന്നുമല്ലല്ലോ, ഞങ്ങളുടെ കഴിവുകൊണ്ടുമല്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ക്ഷമാശീലനും കാരുണ്യവാനുമായ ദൈവത്തിന്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് ഈ നല്ല ദിവസം ലഭിച്ചിരിക്കുന്നു. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്നെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ ആലയത്തിലും ഭവനങ്ങളിലുമൊക്കെ നിന്റെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ മുൻപാകെ കൂടിയിരിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണം. 2-3 പേർ ദൈവനാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും അവരുടെ മധ്യേ വന്ന അനുഗ്രഹങ്ങൾ നൽകാമെന്ന് നീ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നാഥ, ഭവനങ്ങളിലായിരുന്ന ആരാധനയിൽ പങ്കുചേരുന്ന അടിയങ്ങളുടെ ഭവനത്തിൽ നീ കടന്നു വരേണമേ, അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, ഞങ്ങളുടെ ആത്മീയ നന്മയ്ക്ക്, ഞങ്ങളുടെ ദേശത്തിന്റെ അനുഗ്രഹത്തിന്, ഞങ്ങളുടെ തലമുറകളുടെ പരിപോഷണത്തിന് ഒരു വലിയ മുഖാന്തരമാക്കണമേ. വാഴ്ത്തപ്പെട്ട തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഫലമേൽപ്പിക്കുന്നു. മഹത്വം ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിന് തരുന്നു, മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വത്തിനും സ്തുതിക്കുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടാം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. യേശുരക്ഷകനെ വാഴ്ത്തിൻ, പാടിൻ തന്റെ അത്ഭുത സ്നേഹത്തെ. ആർത്തിടുന്നു മഹത്വദേവദൂതന്മാർ, കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ. തൻ മക്കളെ ഇടയൻ പോലെ കാക്കും, തൻ കൈകളിൽ വഹിക്കുന്നു സദാ. വാഴ്ത്തിൻ വാഴ്ത്തിൻ കർത്തന്മാ മഹത്വം വാഴ്ത്തിൻ, കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ. യേശുരക്ഷകനെ വാഴ്ത്തിൻ, പാപികൾക്കായി പാടേറ്റു മരിച്ചു. കർത്തൻ പാറ നിത്യരക്ഷയിൻ പ്രത്യാശ, ക്രൂശേറിയ യേശുവെ വാഴ്ത്തിടിൻ. ക്ലേശമെല്ലാം സഹിച്ചതോർത്തു സ്തോത്രം ചെയ്വിൻ തന്റെ അത്ഭുത സ്നേഹവും. വാഴ്ത്തിൻ വാഴ്ത്തിൻ കർത്തന്മാ മഹത്വം വാഴ്ത്തിൻ, കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ.
വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ വാനോർ വാഴ്ത്തിൻ ഹോശന്ന പാടുവിൻ വാഴും യേശു രക്ഷകനെന്നുമെന്നേക്കും പുരോഹിതരാജനായി ലോകത്തെയും ജയിച്ചു വരുന്നേശു മാനം ശക്തി കർത്തനുള്ളതല്ലോ വാഴ്ത്തിൻ വാഴ്ത്തിൻ കർത്തന്മാ മഹത്വം വാഴ്ത്തിൻ കീർത്തിപ്പിൻ തൻ വിശുദ്ധനാമത്തെ. ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ കരമേൽപ്പിക്കും. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സ്തുതിലിത്താനിയിൽ മൂന്നാമത്തെ ഭാഗം ഉപയോഗിച്ച് സ്തുതികൾക്ക് യോഗ്യനായ യേശു കർത്താവിനെ നമുക്ക് മഹിമപ്പെടുത്താം. നിറഞ്ഞ ഹൃദയത്തോടെ ആരാധനയോടെ. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്നും നിരന്തരം ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അത്യുന്നതനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ദൈവനിഷേധങ്ങളുടെ, തിന്മയുടെ, അനീതിയുടെ ലോകത്ത് ദൈവാന്വേഷകരായി, സ്നേഹമുള്ളവരായി, സ്വജീവൻ അപരന്റെ നന്മയ്ക്ക് വേണ്ടി വെച്ചുകൊടുക്കുന്നവരായി വളർന്നു വരുവാനുള്ള ദൈവാത്മശക്തി ഞങ്ങൾക്ക് തരണമേ. നിന്റെ വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ യേശുനാഥൻ ഞങ്ങളെ തുണയ്ക്കണം. വൈദിക വിദ്യാഭ്യാസ ഞായറായിട്ട് ഇന്ന് ആചരിക്കുന്നത് കൊണ്ട് സ്തോത്രം. വൈദിക വിദ്യാഭ്യാസ ശുശ്രൂഷയിലായിരിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണം. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ ദൈവമേ അത്തരം ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. നിന്റെ വചനം വായിക്കാനും പഠിക്കാനുമുള്ള
ദൈവിക താല്പര്യം ഞങ്ങൾക്ക് തരണം. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. അനുതാപ പ്രാർത്ഥനയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. മൂന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. ഇപ്പോൾ നമുക്ക് തിരുവചന പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാവുന്നതാണ്. ഇന്ന് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 3:1 മുതൽ 12 വരെ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്നു നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു.
ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും എന്ന് അരുളി ചെയ്തു. ഇവിടെ വേദഭാഗം വായിച്ച് ഇന്ന് കാലത്തേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 111. 111 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവും ആകുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. The second epistle of Paul the Apostle to Timothy, chapter 2, verses 1 to 13. 2 Timothy, chapter 2, verses 1 to 13. You then, my son, be strong in the grace that is in Christ Jesus. And the things you have heard me say in the presence of many witnesses, entrust to reliable men who will also be qualified to teach others. Endure hardship with us like a good soldier of Christ Jesus. No one serving as a soldier gets involved in civilian affairs. He wants to please his commanding officer. Similarly, if anyone competes as an athlete, he does not receive the victor's crown unless he competes according to the rules. The hard-working farmer should be the first to receive a share of the crops. Reflect on what I'm saying, for the Lord will give you insight into all this. Remember Jesus Christ, raised from the dead, descended from David. This is my gospel, for which I'm suffering even to the point of being chained like a criminal. But God's word is not chained. Therefore, I endure everything for the sake of the elect, that they too may obtain the salvation that is in Christ Jesus with eternal glory. Here is a trustworthy saying: if we died with him, we will also live with him.
If we endure, we will also reign with him. If we disown him, he will also disown us. If we are faithless, he will remain faithful, for he cannot disown himself. Here ends the second lesson. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കുന്നതിനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള ദൈവവചനം കേൾക്കുവിൻ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെ. പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് മുൻപായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ടുകൂടി പാടാം. തുടർന്ന് ബാംഗ്ലൂർ ഹിങ്കൽ CSI സഭയുടെ ഇടവക ശുശ്രൂഷകനായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് T.A. ജയനച്ചൻ നമുക്ക് ഇന്ന് ദൈവവചന സന്ദേശം നൽകുന്നതാണ്. ശുദ്ധ 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 സർവശക്ത ദേവാ, ഭക്തഗീതം കാലേ ഞങ്ങൾ അങ്ങുയർത്തുമേ. പാപം ശാപം പോക്കും കാരുണ്യയഹോവാ, ദേവാ ത്രിയേക ഭാഗ്യതൃത്വമേ. ശുദ്ധ 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 സർവദിവ്യർ വാഴ്ത്തി ആറ്റുന്നു പൊൻകിരീടങ്ങൾ നിൻ കാൽക്കൽ വീഴ്ത്തുന്നു. ആസ്തയോടു ദൂതവൃന്ദവും പുകഴ്ത്തി ആദ്യന്തഹീന നിന്നെ വാഴ്ത്തുന്നു.
शुद्धा 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 सर्वनाथा देवा स्वर्गं भूमि सृष्टि सर्वं निन्ने वाഴ്ത്തുന്നു ശാപദോഷം പോക്കും കാരുണ്യായ യഹോവാ ദേവാ ത്രിയേക ഭാഗ്യതൃത്വമേ. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വചനധ്യാനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആഴമേറിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വാസം ആകാശത്തോളം ഉയർത്തിപ്പിടിക്കുവാൻ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെല്ലാവരും പാത്രമായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ പൊതിയണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഒരു സംഭവത്തോടെ ഇന്നത്തെ വചനധ്യാനം നമുക്ക് ആരംഭിക്കാം. രണ്ടാം ലോകമഹായുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ പട്ടാളക്കാർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ജാപ്പനീസ് എയർക്രാഫ്റ്റ് ഈ കപ്പലിൽ ബോംബിടുന്നു. അനേകർ തൽക്ഷണം മരിക്കുകയാണ്. കേവലം 5 പേര് ചെറിയൊരു ലൈഫ് ബോട്ടിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ്. മണിക്കൂറുകളോളം അവർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ സമയത്ത് 5 പേരിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം വളരെ വേദനയോടെ ദുഃഖത്തോടെ പറഞ്ഞു, ഞാനിതാ ഈ കടലിൽ ആഴ്ന്നിറങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ ശരീരം ഈ സ്രാവുകൾക്ക് ഒരു ആഹാരമാകുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിയാണ് ഈ വാക്കുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് അദ്ദേഹം കടലിൽ മുങ്ങിത്താഴുകയാണ്. രണ്ടാമത്തെ വ്യക്തി വളരെ വേദനയോടെ പറഞ്ഞു, ഞാനിതാ മരിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്ത മനുഷ്യനായി വേദനയോടെ അദ്ദേഹവും അന്ത്യശ്വാസം വലിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഇൻഷുറൻസിൻ്റെ എല്ലാ ഡോക്യുമെൻസും മറ്റ് ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം എൻ്റെ കയ്യിലായിപ്പോയി. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്താണ് സംഭവിക്കുക? കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞ് നിരാശയോടെ കഴിയുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. ശേഷിക്കുന്ന 2 പേര് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി മാറുകയാണ്. അവർ പറഞ്ഞു, നമ്മൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുക. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് യാതൊരു മരണത്തിൻ്റെ ശക്തിയെ നമ്മെ കീഴടക്കുവാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്ന ജനത്തിന് ദൈവം തീർച്ചയായും സംരക്ഷണം നൽകും എന്ന് പറഞ്ഞ് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന അനുഭവങ്ങളെ കാണുകയാണ്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തീരദേശത്ത് നിന്നൊരു ഹെലികോപ്റ്റർ ഇവരെ കാണുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ തീരത്തെത്തിയ സമയത്ത് അവർ പറയുകയാണ്, ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള സമയം. പക്ഷേ ഈ സമയം ഞങ്ങൾ നിരാശപ്പെട്ടില്ല, ഞങ്ങൾ ഭയപ്പെട്ടില്ല.
ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും ഭയമുണ്ടാകും, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും മരണമാണ് സംഭവിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനോടുകൂടെയുള്ള നിത്യമായ ഒരു ജീവിതമാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവർ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരായിട്ട് മാറുകയാണ്. മഹാത്മാഗാന്ധിജിയുടെ ഒരു ഓട്ടോബയോഗ്രാഫി നമുക്കറിയാം, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആസ് ദ ട്രൂത്ത് ഹാസ് ദ പവേഴ്സ് ആൻഡ് ക്യാൻ ഡു വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്, ദ സെയിം വേ ഇസ് ദ ഫെയ്ത്ത് ടു ക്യാൻ. ജീവിതത്തിൽ സത്യത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുണ്ട്, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിനും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശക്തമാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരത്ഭുതമായി ഈ ലോകത്ത് വെളിപ്പെടും. വിശ്വാസത്തെ വൈഫൈയോട് ഉപമിക്കാറുണ്ട്. നമ്മളൊക്കെ വൈഫൈ ഉപയോഗിക്കുന്നവരാണ്. ഫെയ്ത്ത് ഈസ് ലൈക്ക് വൈഫൈ. ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഹാസ് ദ പവർ ടു കണക്ട് യു ടു വാട്ട് യു നീഡ്. വൈഫൈയിലെ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല, അസാധ്യമാണ്. പക്ഷേ അത് ഉള്ളവർക്കൊക്കെ അതിലാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതമേറെ അനുഗ്രഹമുള്ളതായി മാറുക. അത് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് വലിയ പ്രവാചകനായ മോശയാണ്. മോശ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഫറവോൻ്റെ ശക്തമായ ഉരുക്കുകോട്ടകളെ തകർക്കുവാൻ, ചെങ്കടലിൻ്റെ തിരമാലകളെ ഭേദിക്കുവാൻ, മരുഭൂമിയിലെ കനൽക്കാറ്റിനെ അതിജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശ്വാസത്തിൻ്റെ നിറവ് സമഗ്രമായ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായി തീരുകയാണ്. ഇന്നത്തെ ധ്യാന വിഷയം വിശ്വാസത്തിൻ്റെ 2 തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, നോയിങ് ഫെയ്ത്ത് ആൻഡ് ഡൂയിങ് ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം, 2 വിശ്വാസത്തിൻ്റെ പ്രായോഗികത. വിശ്വാസത്തിൽ പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ, ദൈവശാസ്ത്രപരമായി അറിവുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ ദൈവശാസ്ത്രപരമായ അറിവുകൾ, വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം പ്രായോഗികതയിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, സമൂഹത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. ഇന്നത്തെ ധ്യാന വിഷയം പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവജനത്തിൻ്റെ വിമോചന പ്രക്രിയ മോശയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മോശയിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രം, വിശ്വാസ സംബന്ധമായ 3 കാര്യങ്ങൾ മാത്രം ഈ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ മോശയിൽ കാണുന്ന പ്രധാന കാര്യം, 1, മോശ ഒരു സമർപ്പിതമായ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. മോശയുടെ ഫെയ്ത്തിന് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. സമർപ്പിതമായ വിശ്വാസമായിരുന്നു മോശയുടേത്. ക്രിസ്ത്യൻ ട്രഡീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഏകദേശം 40 വർഷക്കാലമാണ് ജീവിക്കുന്നത്. അതായത് ഒരു അടിമയായിട്ടല്ല മോശ ജീവിക്കുന്നത്, ഒരു രാജകുമാരനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു ദരിദ്രനായിട്ടല്ല ജീവിക്കുന്നത്, ഒരു സമ്പന്നനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു നോർമൽ ലൈഫല്ല മോശയുടേത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു ലക്ഷറിയസ് ലൈഫാണ് മോശയുടെ ജീവിതം. ഒരു ആവറേജ് എഡ്യൂക്കേഷൻ അല്ല മോശയ്ക്ക് ഉണ്ടാകുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കാണുന്നത് മോശ റിലീജിയസ്, സിവിൽ ആൻഡ് മിലിറ്ററി, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഹൈടെക് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു മോശ. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മോശയ്ക്കുണ്ട്. പക്ഷേ ഈ എല്ലാ സാധ്യതകളും, ഒരുപക്ഷെ രാജാവായി മാറാനുള്ള സാധ്യതകൾ വരെ മോശയുടെ മുൻപിലുണ്ടായിരുന്നു.
എന്നാൽ ഈ സാധ്യതകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് മിദ്യാനിലേക്ക് മോശ തിരിക്കുന്നത്. അവിടെ 40 വർഷം മോശ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോശയുടെ തൊഴിൽ ആട്ടിടയനായിട്ടുള്ള തൊഴിലാണ്. മിദ്യാനിൽ കൊട്ടാരങ്ങളില്ല, പൂന്തോട്ടങ്ങളില്ല, സേവകരില്ല, വിഭവസമൃദ്ധമായ വിരുന്നുകളില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും മോശ ഉപേക്ഷിക്കുകയും ആ പദ്ധതികൾക്കായിട്ട് തൻ്റെ വിശ്വാസത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഈ മരുഭൂമിയിൽ ഭയാനതകൾ മാത്രമാണുള്ളത്. ഈ മരുഭൂമിയിൽ എപ്പോഴും ഏകാന്തതകൾ മാത്രമാണുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് എല്ലാം ഏറ്റെടുക്കുന്ന, ഏകാന്തതകളെ ഏറ്റെടുക്കുന്ന ഒരു മോശയെ ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. വിശ്വാസം എന്നത് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും വിശ്വാസം എന്നത് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്. അതല്ല, സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ സ്വാർത്ഥതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാത്രമാണ് ഇവിടെ ഏറ്റവും വിലയുള്ളത്. സമൃദ്ധമായ സാധ്യതകളുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് ജെസ്യൂട്ട് സമൂഹം. എന്നാൽ ആ സമൂഹത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സമൃദ്ധികളെയും അതിജീവിച്ച് ആ വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വനാന്തരങ്ങളിലെ ആദിവാസികളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എടുത്തു ചാടിയ ഒരു വിശ്വാസമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടേത്. കാരണം ഇതാണ് മോശയെ പോലെയുള്ള വിശ്വാസം. അതായത് തൻ്റെ നിലനിൽപ്പല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഉന്നമനമാണ്, സമൂഹത്തിൻ്റെ പരിവർത്തനമാണ് വിശ്വാസം എന്ന കാഴ്ചപ്പാട് ദൈവം ഇവിടെ നൽകുകയാണ്. സ്റ്റാൻ സ്വാമിയെ പോലെയുള്ളവരെ നമുക്കില്ലാതാക്കാം, പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ദൈവികമായ മൂല്യങ്ങളെ നമുക്ക് നല്ല ഒരു ശക്തിക്കും തകർക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ശക്തിക്കും സാധ്യമല്ല. അത് വചനത്തിൻ്റെ നിറവിൽ, അത് കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, മോശ 40 വർഷമാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ 40 വർഷം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മോശ ആട്ടിടയനായി മാറുന്നു. പക്ഷേ സ്വന്തമായി ഒരാടുപോലും മോശയ്ക്കുണ്ടാകുന്നില്ല. ജിത്രോ പുരോഹിതൻ്റെ ആടുകളെയാണ് മോശ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വന്തമായി മോശയുടെ കയ്യിലുള്ളത് ഒരാശയം മാത്രമാണ്. വിശ്വാസത്തിലൂടെ വിമോചനമെന്ന ഒരു ആശയം മാത്രമാണ് മോശയുടെ കയ്യിലുള്ള ആയുധം. വിശ്വാസത്തിലൂടെ വിമോചനം നടത്തുകയെന്ന ആശയവുമായിട്ടാണ് മോശ കൊട്ടാരം വിടുന്നത്, മിദ്യാനിയിലെ മരുഭൂമിയിൽ അലയുന്നത്. പക്ഷേ ആ ആശയത്തെ ദൈവം സ്വീകരിക്കുകയും ആശയം നിവർത്തിക്കുവാനായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയും ചെയ്യുകയാണ്. എന്തും വിശ്വസിക്കുന്നവരുടെ പേരല്ല വിശ്വാസി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും അന്ധമായി പോലും വിശ്വസിക്കുന്നവരാണ് വിശ്വാസി എന്ന് ചിന്തിക്കും. പക്ഷേ അടിമയ്ക്കും അശരണർക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറകു നൽകുന്നവൻ്റെ പേരാണ് വിശ്വാസി. അശരണർക്കും അതുപോലെ തന്നെ അടിമയ്ക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറകു നൽകുന്ന ഒരു വ്യക്തിയുടെ പേരാണ് വിശ്വാസി. അതാണ് മോശയുടെ വിശ്വാസ സമർപ്പണത്തിൻ്റെ മാതൃക നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇർവിൻ സ്റ്റോൺ പറയുന്നുണ്ട്, ടാലന്റ് ഈസ് ചീപ്പ്, ഡെഡിക്കേഷൻ ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് വിൽ കോസ്റ്റ് യുവർ ലൈഫ്. അതായത് ഒരു സമർപ്പണം എന്ന് പറയുന്നതിന് വിലമതിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വിശ്വാസ സമർപ്പണത്തിന് വിലമതിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരുപക്ഷെ ജീവനേക്കാൾ ജീവിതത്തെക്കാൾ മൂല്യമുള്ളതാണ്. അത് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് മോശയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. എപ്പോഴും മോശ ആക്റ്റീവായിരുന്നു മോശയുടെ വിശ്വാസത്തിൽ. 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നൗ മോസസ് വാസ് ടെൻഡിങ് ദ ഫ്ലോക്ക് ഓഫ് ജെത്രോ ഹിസ് ഫാദർ ഇൻ ലോ ദ പ്രീസ്റ്റ് ഓഫ് മിഡിയൻ. അതായത് മോശ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയാണ്, മിദ്യാനിൽ മേയ്ക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. മോശ അലസനായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ദൈവം മോശയെ നോക്കുമ്പോഴെല്ലാം മോശ പ്രവർത്തനനിരതനായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു മോശ. മോശയുടെ ജീവിതത്തിലും പ്രവർത്തനനിരതമായ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ കാണുന്നത്.
ദൈവം ആരെയെല്ലാം തൻ്റെ പദ്ധതികൾക്കായിട്ട് വിളിക്കുന്നുവോ ദൈവമാണ് അവരുടെ യോഗ്യത കണക്കാക്കുന്നത്. നമ്മൾ പലപ്പോഴും യോഗ്യത കണക്കാക്കുന്നവരായി മാറാറുണ്ട്. എന്നാൽ ദൈവമാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് യോഗ്യരാണോ എന്ന് തിരിച്ചറിയുന്നത്. മാത്രമല്ല, പ്രവർത്തന നിരതരായിട്ടുള്ള ആളുകളെയാണ് ദൈവം എപ്പോഴും തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ആബേലിനെ കാണുന്നുണ്ട്. ആട്ടിടയനായിരുന്നു, പ്രവർത്തന നിരതനായിരുന്നു. കൈയിൻ്റെ ആടുകളെ ആബേൽ മേയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യാക്കോബിനെ നമ്മൾ കാണുന്നു ആട്ടിടയനായിട്ട് മാറുന്നു, ലാബാൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തൻ്റെ അപ്പനായ പിതാവിൻ്റെ ആടുകളെ മേയിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. ഇവിടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് കാരണം ദൈവം അവരെ നോക്കുമ്പോൾ അവർ അലസരായിരിക്കുന്നവരല്ല, അവരെപ്പോഴും പ്രവർത്തിക്കുന്നവരായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തന നിരതരായവരെയാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും, പക്ഷേ പ്രവർത്തന നിരതരായവരെ, കർമ്മനിരതരായവരെ ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു, കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കുറേ പേരെ ചേർക്കുന്നുണ്ട്, അല്ലേ? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് അവിടെ നമ്മൾ കാണുന്ന അലസരായിട്ടുള്ളവരെയല്ല കാണുന്നത്. മറിച്ച് കർത്താവ് നോക്കുന്ന സമയത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കുന്നവരായിരുന്നു, വല നന്നാക്കുന്നവരായിരുന്നു, വലയെറിയുന്നവരായിരുന്നു. മാത്രമല്ല പാരൻസിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന പ്രവർത്തന നിരതരായവരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളാക്കുന്നത്. ദൈവം എപ്പോഴും നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കുക നമുക്ക് കഴിയേണ്ടത് ആവശ്യം. മോശയുടെ തൊഴിലെന്ന് പറയുന്നത് ഒരാട്ടിടയൻ, ഒരു ചെറിയ പണിയാണ്. പക്ഷെ ആ തൊഴിലിൽ മോശ സംതൃപ്തനായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ പ്രാധാന്യമുള്ള പദവികളുള്ള തൊഴിലൊന്നുമല്ല, പക്ഷെ ആ ചെറിയ തൊഴിലാണെങ്കിൽ പോലും മോശ അതിൽ സംതൃപ്തനായിരുന്നു. ഏത് സ്ഥാനങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നവർ, ഏത് സാഹചര്യങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്, അവിടെ പദവികളല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് നമ്മൾ ഓർക്കണം, നമുക്ക് ആ തൊഴിലിനോട് ചെയ്യാനുള്ള സന്നദ്ധതയും അതിനോടുള്ള ഡെഡിക്കേഷനും, അതുമാത്രമല്ല പ്രവർത്തന നിരതരായി തീരുവാനുള്ള അതിലുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച വ്യക്തിയാണല്ലോ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന് വളരെ പരീക്ഷണങ്ങളൊക്കെ, കഠിനമായ പരീക്ഷണങ്ങളിലൂടെ പോയിട്ടുള്ള മനുഷ്യനാണ്. ചിലതിൽ വിജയങ്ങളുണ്ടാകാം, ചിലതിൽ തോൽവികളുണ്ടാകാം, ചിലത് തെറ്റിപ്പോകാം, ചിലത് ഏറെക്കുറെ ശരിയായി തീരാം. അങ്ങനെ അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways won't work. അതായത് ഞാനെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ 10,000 വഴികളിലൂടെ സഞ്ചരിച്ചാൽ എനിക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടെത്തലുകളാണ് ഞാൻ നടത്തിയത്. അതായത് എൻ്റെ കണ്ടെത്തലുകളിലൂടെ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് എവിടെയെല്ലാം വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പുതിയ കണ്ടെത്തൽ ഞാൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, മോശയെപ്പോലെ പ്രവർത്തന നിരതരായി പരിശ്രമിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വെളിച്ചമായി, ഒരു ലൈറ്റ് ബൾബായിട്ട് മാറുവാൻ, ഒരു വെളിച്ചമായി സമൂഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത് മോശ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മോശയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദൈവോന്മുഖമായ വിശ്വാസമാണ്. ഒരു ഡിവൈൻ ഫെയ്ത്ത് മോശയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ആടുകളെ മോശ ഹൊരേബ് പർവ്വതം വരെ, ദൈവത്തിൻ്റെ പർവ്വതം വരെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആട്ടിടയന്മാർക്ക് രക്ഷകൻ്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള അറിവ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഇവിടെ 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രവർത്തന മേഖലകളിൽ സജീവത നിലനിർത്തിയവരെ മാത്രമല്ല, ആർക്കൊക്കെയാണ് ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചവർ, ആരൊക്കെയാണ് ദൈവത്തിലേക്ക് സഞ്ചരിച്ചവർ, അവർക്ക് മാത്രമാണ് ദൈവം അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ കാലങ്ങളിൽ ദൈവത്തെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി തരും. ഇവിടെ ദൈവം
ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കത്തുന്ന മുൾപ്പടർപ്പിലാണ്. ഈ മുൾപ്പടർപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വെന്തു പോകുന്നില്ല, അതിൻ്റെ ഇലകൾ ഒരിക്കലും വാടിപ്പോകുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും, വെന്തുപോകുന്ന അനുഭവങ്ങളുണ്ടാകും, പക്ഷേ ഒരു പച്ചപ്പ് ദൈവം എപ്പോഴും അവിടെ നിലനിർത്തും. കത്തിക്കരിഞ്ഞു പോകുവാൻ ദൈവം അവരെ അനുവദിക്കില്ല. കാരണം ദൈവം അവരെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വഴിയരികിലൊക്കെ പോകുമ്പോൾ ഉണങ്ങിയ മരക്കഷ്ണങ്ങളിൽ ചില ചെടികളെല്ലാം നാമ്പിടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില മുളകൾ പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില പച്ചപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. അസ്തമിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും പല സാഹചര്യങ്ങളും അസ്തമിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൽ നിന്ന് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവം മരുഭൂമിയിൽ നീരുറവ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തെ സങ്കടപ്പെടുത്തിയ വലിയൊരു കാര്യമാണ് ഇവിടെ മോശയോട് ദൈവം പറയുന്നത്. എന്താണ് സങ്കടപ്പെടുത്തിയ കാര്യം? തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത, തൻ്റെ ജനത്തിൻ്റെ സഹനങ്ങൾ മോശയോട് ദൈവം പങ്കുവെക്കുകയാണ്. കാരണം ദൈവം പങ്കുവെക്കുകയാണ് മോശയോട്. കാരണം മോശയിലൂടെ ഈ ജനത്തിൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടണം. ഇവരുടെ നിലവിളിക്ക് ഒരു അന്ത്യമുണ്ടാകണം. അവർക്ക് അനുഗ്രഹമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ദേശം ഈ ജനത്തിന് ആവശ്യമാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞ് ആ പദ്ധതിക്കായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയാണ്. മനുഷ്യരുടെ വേദനകളിൽ, മനുഷ്യൻ്റെ കണ്ണുനീരിൽ, മനുഷ്യൻ്റെ സഹനങ്ങളിൽ ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും ദൈവത്തിൻ്റെ വേദനകളായി മാറുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് എവിടെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ? നമുക്ക് എവിടെയും കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ ഒരു ആശ്രമമുണ്ട് ബാംഗ്ലൂർ. അവിടെ ഞാൻ ചെന്ന സമയത്ത് ഒഡീഷയിലെ സിസ്റ്റർ, എനിക്ക് പരിചിതമായ ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ പറയുകയാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ, ഞാൻ അറിയും അവരെ, അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഈ അമ്മയെ നോക്കാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം ആ അമ്മ മാറ്റപ്പെടുകയാണ്. സ്നേഹം കിട്ടാതെ, വിശ്വാസമുണ്ട്, എല്ലാവരും വളരെ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാ, പക്ഷെ ആ വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ, ആ വിശ്വാസം സ്നേഹമായി മാറ്റുവാൻ കഴിയാതെ പോയി അവർക്ക്. അമ്മ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്. ഇന്ന് ഈ സ്നേഹമില്ലാതെ, സഹായമില്ലാതെ എത്ര പേര് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണമില്ലാതെ, പഠിക്കുവാൻ ഫീസില്ലാതെ, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ കണ്ണുനീരും അവരുടെ വേദനകളൊക്കെ കാണുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവിലയിൽ തെരേസ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിന് കരുണയോടെ മറ്റുള്ളവരെ നോക്കിക്കാണാനുള്ള കണ്ണുകളാണ്. നിങ്ങളുടെ പാദങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം ക്രിസ്തുവിന് നിങ്ങളിലൂടെ നന്മ ചെയ്യുവാൻ സഞ്ചരിക്കണം. നിങ്ങളുടെ കരങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം നിങ്ങളുടെ കരങ്ങൾ ഈ ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ളതാണ്. കാരണം ക്രിസ്തുവിന് ശരീരമില്ല, ക്രിസ്തുവിൻ്റെ ശരീരമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആ വലിയ ജീവിതാനുഭവങ്ങളെ ഒപ്പിയെടുത്ത് ക്രിസ്തു ചെയ്ത ശുശ്രൂഷകളെ നമ്മുടെ ശരീരത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത് പോലെ പൂരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുക, ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക? അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്, വിശ്വസിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുന്നതിനാണ്, അവിടുത്തെ വിമോചന പ്രക്രിയയിലെ ഭാഗമായി തീരുവാനാണ് ദൈവത്തിന് നമുക്ക് ഓരോരുത്തരെ ആവശ്യമുള്ളത്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു സംഭവം ഞാൻ പങ്കുവെക്കട്ടെ. എമിലി ഗ്രേസ് എന്ന് പറയുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി, അവൾ തീരെ സുഖമില്ലാതാകുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷം, ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചറിയുകയാണ് ആ കുട്ടിക്ക് ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ആ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇതേറ്റവും വലിയ സഹനം, ഇനി ഇതിൽ കൂടുതൽ വലിയ സഹനങ്ങൾ നീ എനിക്ക് തരരുതേ എന്ന് കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ. എന്നാൽ അവളുടെ വിശ്വാസത്തിന് ദൈവം പ്രതിഫലം കൊടുക്കുകയാണ്. 3 വയസ്സ് കഴിഞ്ഞ് ഇന്ന് ഏകദേശം 11 വയസ്സ് ആ കുട്ടിക്കായി. ഇന്ന് ആരോഗ്യത്തോടെ നടക്കുകയാണ്. അമ്മ പറയുകയാണ്, എൻ്റെ വിശ്വാസം എൻ്റെ കുഞ്ഞിന് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ പേരല്ല വിളിക്കുന്നത്, മിറാക്കിൾ കിഡ് എന്നാണ് ആ കുഞ്ഞിനെ വിളിക്കുന്നത്.
നമ്മുടെ വിശ്വാസം എപ്പോഴും അത്ഭുതമായി മാറും. മോശയുടെ വിശ്വാസത്തിന് ഇസ്രയേൽ ജനത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നെങ്കിൽ, അതിനടിത്തറവാകുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം ഒരു കടുകുമണിയോളം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, വലിയ പരിവർത്തനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. വിശ്വാസത്തിൽ വേരൂന്നി അതിൻ്റെ പ്രായോഗികത ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെല്ലാവരെയും ഒരുക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷ ശ്രവിച്ച നമുക്കേവർക്കും ദൈവത്തിലുള്ള വിശ്വാസം ചേർന്നുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താത്ത ദുഷ്ടങ്ങളിൽ നിന്ന് കൊണ്ടുവയ്ക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ടുപാടാം. കർത്താവിന് നമുക്ക് സ്തുതിക്കാം. തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ.
സൗന്ദര്യ സമ്പൂർണനേ, വിശുദ്ധരിലതിവിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു, ഭയപ്പെടേണ്ട എന്നുരച്ചവനേ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു, ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. തിരുഹിതമിഹ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ, എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ, എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ മക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വൈദിക വിദ്യാഭ്യാസ ഞായറായിട്ട് ഇന്ന് ആചരിക്കുന്നുവല്ലോ. എല്ലാ വൈദിക വിദ്യാലയങ്ങളെയും സെമിനാരികളെയും നമുക്ക് ഓർക്കാം. പഠിപ്പിക്കുന്ന അധ്യാപകരെയും നോൺ ടീച്ചിങ് സ്റ്റാഫുകളെയും നമുക്ക് ഓർക്കാം. വൈദിക വിദ്യാഭ്യാസ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മുടെ ഭവനത്തിലും സഭയിലും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഓർക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും ഒക്കെ രോഗികളും ക്ഷീണിതരുമായിരിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കോവിഡ് ബാധിതരായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഒരു വലിയ പ്രതിസന്ധി ദേശത്തെങ്ങും നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം ലഭ്യമായി തീരുവാൻ കർത്താവിനോട് നമുക്ക് മധ്യസ്ഥത അടയ്ക്കാം.
സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യ കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി, നല്ല കൂട്ടായ്മയ്ക്കായി ഹല്ലേലൂയ, 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 സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊക്കെ നീ അറിയുന്നു. യേശുനാഥൻ ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണം. കർത്താവായ യേശുവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് ഒരു മനസ്സോടെ അർപ്പിക്കുന്ന ഈ എളിയ പ്രാർത്ഥനയെ വലിയ ദൈവം സ്വീകരിച്ച് നന്മയും കരുണയും ആയുഷ്കാലത്തോളം നൽകണമേ. യേശു കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെയൊക്കെ കുടുംബമായും വ്യക്തികളായും സഭയായും ഒക്കെ ഏൽപ്പിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സകല പ്രിയപ്പെട്ടവരെ ഭരമേൽപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വൈദ്യശാസ്ത്ര രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കായും സ്തോത്രം. വെളിച്ചത്തെ തേടി ഇറങ്ങിയ നിന്റെ കുഞ്ഞുങ്ങളുടെ പഠന ശുശ്രൂഷകളൊക്കെ വിജയകരമാക്കണമേ. അവരെ അനുഗ്രഹിക്കണം. അവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഉപകാരപ്പെട്ടു വരുവാൻ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പരിപാലകനുമായ ദൈവമേ, എല്ലാ അധ്യാപകരെ ഓർക്കും, സെമിനാരികളെ സമർപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. എല്ലാവരും കർത്താവെ പഠിച്ച് ദൈവനാമത്തിന് മഹത്വം എടുക്കുവാൻ ദൈവശക്തിയാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ മക്കൾക്കും നിന്റെ കൃപയും ബലവും ആശ്വാസവും നൽകണമേ. കോവിഡ് ബാധിതരായി കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന വൻകരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങൾ അത്യുന്നതിന്റെ ചെറുവിന്മേൽ വഹിച്ച് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുനാഥ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാം ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗികളും ക്ഷണിതനുമായിരിക്കുന്നവർക്ക് നിന്റെ സൗഖ്യവും സമാധാനവും കൽപ്പിക്കണമേ. കർത്താവെ, കോവിഡ് ബാധിതരായിരിക്കുന്ന, കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മക്കളുണ്ട്. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന വൻകരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ കരുതണമേ. കർത്താവെ, അവരുടെ ഭവനങ്ങളെ കാക്കണമേ. കർത്താവെ, വേർപാട് ദുഃഖം അനുഭവിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന, ആശങ്കയിലായിരിക്കുന്ന മക്കളുണ്ട്. അവരെ കർത്താവ് ബലപ്പെടുത്തണമേ. യേശു കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ കുടുംബമായിട്ട് ഏൽപ്പിക്കും. നിന്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ വിളിച്ചല്ലോ. കർത്താവെ, നിന്റെ വിലയേറിയ ശുശ്രൂഷ അർപ്പിക്കുവാൻ പ്രകാരമുള്ള ശുശ്രൂഷ കർത്താവെ മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ലഭിച്ചിരിക്കുന്ന നല്ല ഇളവുകൾക്കായി സ്തോത്രത്തെ ഞങ്ങളോട് ശ്രദ്ധയോടും ജാഗ്രതയോടും ഒക്കെ ജീവിച്ച് ദൈവനാമത്തിന് മഹത്വം എടുക്കുവാൻ സ്വർഗസ്ഥ പിതാവ് കൃപ ചൊരിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തമ്പുരാന്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. എല്ലാവരും നീ അനുഗ്രഹിക്കണം. എല്ലാവരും നീ കരുതണമേ, പരിപാലിക്കണമേ. വാഴ്ത്തപ്പെട്ട പിതാവേ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗികളെ ക്ഷീണിതരെ ഏൽപ്പിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർ ശുശ്രൂഷ ഇടങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവ്, ലോകമെങ്ങും വലിയ അസ്വസ്ഥതയിലാണല്ലോ കർത്താവെ ഞങ്ങളൊക്കെ കടന്നു പോകുന്നത്. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ദൈവകൃപയിൽ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട നാഥ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ അറിവിലൊക്കെ രോഗികളായി കഴിയുന്ന മക്കളെ സൗഖ്യമാക്കി. ഇന്ന് വൈദിക വിദ്യാഭ്യാസ ഞായറായിട്ട് ഞങ്ങൾ ആചരിക്കുന്നതുമേ, നിന്റെ വൈദിക പഠനങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേകം യൗവനക്കാരും മക്കളുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഫലകരമാക്കി ദൈവനാമം മഹത്വമെടുക്കട്ടെ. ദൈവനാമം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമത്തിന് ഉയർച്ചയുണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഫലകരമാക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് കരുതണമേ. വാഴ്ത്തപ്പെട്ട പിതാവേ, ലോകമെങ്ങുമുള്ള കോവിഡ് ബാധിതരെ സമർപ്പിക്കുന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കണമേ. യേശു രാജാവിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കുന്ന രാത്രിയിൽ കർത്താവേ, നിന്റെ കൃപയോ ഞങ്ങളെ കരുതി പരിപാലിക്കുന്നതിനായി സ്തോത്രം കരയിക്കുന്നു. വാഴ്ത്തപ്പെട്ട തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ നീ ഫലകരമാക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു കർത്താവെ, ഓരോ രാത്രിയിലും നീ വരെ ഉറങ്ങാനും, ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥിപ്പാനും, ഓരോ പകലിലും ഞങ്ങളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനും, അങ്ങനെ ഞങ്ങളുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമുള്ളതായി തീരാനും കർത്താവെ നീ സഹായിക്കണമേ. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കുന്ന മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് തരുന്നു. മെസ്സിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.
ദൈവം നമുക്ക് നൽകിയ നന്മകളൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, യോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷിച്ചതിന് പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിലവിലെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തിരയേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങൾ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്നെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും തക്കതായ ബോധം ഞങ്ങൾക്ക് തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളും അപേക്ഷകളും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുന്ന നിവൃത്തി വരുത്തി ഈ ലോക സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിന്റെ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം ഏറ്റുകൊള്ളുവിൻ. സർവജ്ഞാനത്തിന്റെയും ഉറവിടമായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ മനസ്സ് വചനം മാംസം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യേ വസിച്ച പുത്രനായ യേശുവിന്റെ കൃപ, ദിനം തോറും നമ്മെ പുതുക്കുന്ന ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, കർത്താവിന്റെ വാത്സല്യ മക്കളെ നമ്മോടുകൂടെയും നമ്മുടെ ഭവനങ്ങളോടുകൂടെയും ഇന്നു മുതൽ കർത്താവിന്റെ വരവോളവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.